ഈ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടാവുന്ന സവാബ് ബുഷ്റ ആജില. അങ്ങനെ ചിലത് അഹ്ലുസുന്നക്ക് കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മദീനത്തിൽ കഴിഞ്ഞ ദിവസം നടന്നു ലാസ്റ്റ് 24 മുഹറം 20 അല്ലെ? അന്ന് മൗലവി അനുഭവിച്ച ചില മാനസികമായ പ്രയാസങ്ങൾ ഞങ്ങൾ കണ്ടതാണ്. ചില ആളുകൾ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ഈ നാട്ടിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു, അങ്ങനെ പറയുന്നു, മറ്റേത് പറയുന്നു. ഒരാളെക്കുറിച്ച് എന്തൊക്കെയാണെങ്കിലും അയാളെക്കുറിച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതും പറയുന്നതും കേൾക്കുമ്പോഴുള്ള പ്രയാസം ഉണ്ടല്ലോ, അത് ഇതാണ് മനസ്സുണ്ടാകുന്ന പ്രയാസം. അത് കഴിഞ്ഞ് കുറച്ചുനേരം കഴിഞ്ഞ് ഒന്നിങ്ങനെ നോക്കുമ്പോണ്ട് ഒരുത്തം ഫേസ്ബുക്കിൽ കയറിയിട്ട് വേറെ കുറെ അത് അവനെ ഫ്രണ്ട് ചെയ്ത് ഏതാണെന്നറിയാത്ത ടീം അവനെ ഫ്രണ്ട് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിരിക്കും. മഗ്‌രിബ് നിസ്കരിച്ച് ഒട്ടച്ചിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോണ് വന്നത്. നമ്മുടെ കൂട്ടത്തിലെ 2 സഹോദരന്മാർ, അവര് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അഫ്ളലായ ജർഹും തഅദീലിന്റെയും ഇമാമായ ഒരാളെക്കുറിച്ച് സ്വീകാര്യനാണ്, സ്വീകാര്യനല്ല എന്ന് പറയാൻ യോഗ്യനായതിൽ ഒന്നാമൻ അൽ-അല്ലാമ അശ്ശൈഖ് റബീഅ് ഇബ്നു ഹാദി അൽ-മദ്ഖലി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നമ്മുടെ സുഹൃത്ത് അബൂ മൂസ അനസ് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചെയ്യാറില്ല, അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഉലമാക്കളുടെ അടുക്കൽ ചെല്ലും, അവരോട് വസിയത്ത് ചോദിക്കും. അത് പണ്ട് മുതലുള്ള സുന്നത്താണ്. അങ്ങനെ ഷെയ്ഖ് റബീന്റെ അടുക്കൽ ചെന്നു. ആ അന്നുണ്ടായ സംഭാഷണം ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. 21 മുഹറം 1435 രാത്രിയാണ്. ഷെയ്ഖ് അവരെ കണ്ടപ്പോൾ ചോദിച്ചു, മിനൈന ലഹ്വ, സഹോദരങ്ങൾ എവിടുന്നാണ്, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? അവർ പറഞ്ഞു, മിനൽ ഹിന്ദ് മിൻ കേരള, ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. ഷെയ്ഖ് ചോദിച്ചു, കൈഫ ഹാലുക? അവർ പറഞ്ഞു, അൽഹംദുലില്ലാ തയ്യിബ് യാ ഷെയ്ഖ്. എന്നിട്ട് അബൂ മൂസ അനസ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അന അർജിഉ ഇലാ കേരള. ഷെയ്ഖ്, ഞാൻ കേരളത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഷെയ്ഖ് ചോദിച്ചു, തർജിഅ, മടങ്ങിപ്പോവുകയാണോ? അത് അദ്ദേഹം പറഞ്ഞു, അതെ. ഉടനെ ഷെയ്ഖ് ചോദിച്ചു, മിൻ ജമാഅത്തി സുബൈർ, ഇതിന്റെ സൗത്ത് ശബ്ദം നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ദാറുൽ ഹദീസിൽ ഇട്ടതാണ്, അത് നിങ്ങൾക്ക് കേൾക്കാം. ഇത് മൗലവി പോയിട്ട് സോപ്പടിച്ചു വാങ്ങിയതല്ല. മൗലവി ഇവിടെ പ്രയാസപ്പെടുന്ന സമയത്ത് അവിടെ നിന്ന് മൗലവിന്റെ പോലും മനസ്സിൽ പോലും കരുതാതെ അവിടെ നിന്ന് ഉണ്ടാകണത്. ഇതിന്റെ തൊട്ട് മുൻപ് നിങ്ങൾക്കറിയാം, ഇന്ന് ഷെയ്ഖ് റബീഅ് ഒരാളെക്കുറിച്ച് ജർഹും തഅദീലും നടത്തിയാൽ അത് തുടക്കത്തിൽ ആ കാര്യം നസീഹത്ത് കൊടുക്കാനും അങ്ങനെ എഴുതാനൊക്കെ ഏൽപ്പിക്കൽ അഹ്മദ് ബാസ്മൂലിനെയാണ്. അദ്ദേഹം കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, ഇത് ഉലമാക്കൾ ഇടക്കിടക്ക് ഇതേപോലത്തെ വാചകങ്ങൾ ഹൈറായത് സനാഇന്റേത് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാം, ഷെയ്ഖുന അബൂ ഉസ്മാനുൽ അഞ്ചരി, ഇമാറാത്തിലുള്ള എമിറേറ്റ്സിലുള്ള ചില ആളുകൾ ഈ പറഞ്ഞ മാതിരി ചില തിരിപ്പൊക്കെ ആയിട്ട് ഷെയ്ഖ് അഞ്ചറിനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അസ്സുബൈർ അൻജി സിഖ, സുബൈറിന്റെ അടുക്കൽ സിഖ. സിഖ എന്ന് പറഞ്ഞാല് ഹദീസിന്റെ ഉസ്ലൂബ് നിങ്ങൾക്കറിയാം, സ്വീകാര്യനാണ്, ഏറ്റവും സ്വീകാര്യനാണ്, ഇൽമു സ്വീകരിക്കേണ്ട ആളാണ്. അതിങ്ങനെ കുറെ കാലം കുറച്ചാളുകൾ ആ ഫിത്നയിൽ രക്ഷപ്പെടുത്തി. പിന്നെയും ഫിത്നക്കാർ ഫിത്നുണ്ടെല്ലാം നടക്കും, ഏഷണിക്കാർ ഏഷണിയുണ്ടെല്ലാം നടന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് വേറെ ചില ഏഷണിക്കാരെ കൂടെ കിട്ടി, അതുകൊണ്ട് അവർ നടക്കുകയാണ്. അതിനിടക്കാണ് അഹ്മദ് ബാസ്മൂൽ ഹഫളഹുള്ളയോട്, ഇവിടുന്ന് ആരുമല്ല, കാശ്മീരിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, ഇന്ത്യയിലെ ഏതെങ്കിലും ഉലമാക്കൾ ഞങ്ങൾക്ക് ഇൽമു സ്വീകരിക്കാനുണ്ടോ? എന്തൊക്കെ മുസ്സുബൈർ അബൂ താലിബ്. അപ്പൊ അത് അഹമ്മദ് ബാസ്മൂൽ എന്ന് പറഞ്ഞ താലിബ് ഇൽമല്ലേ, ആലിമല്ലല്ലോ. അഹമ്മദ് ബാസ്മൂൽ ആലിം എന്നാണ് ഷെയ്ഖ് റബി അദ്ദേഹത്തെ
അഭിസംബോധന ചെയ്യാം. എന്നാ പിന്നെ അഹമ്മദ് ബാഗ്നൂർ അത് ഇതൊക്കെ ആർക്കും ഉപകരിക്കുക? ഇത്തരം തസ്കിയകളും ഇത്തരം സനാഹകളും അഹ്ലുസുന്നക്ക് ഉപകരിക്കുള്ളൂ. നമ്മളൊരു കാര്യം നമ്മൾ ചിലപ്പോൾ പറയൂലേ, ഇപ്പൊ ഹദീസ് സനദ് പരിശോധിക്കും. സനദ് പരിശോധിക്കാന്നുള്ളത് ആരുടെ സ്വഭാവമാണ്? തബ്ലീഗുകാരന് എന്ത് സനദ്? ഇവിടുത്തെ ഖുറാഫിക്ക് എന്ത് സനദ്? ഖുറാഫിനോട് നമ്മുടെ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞാലും അല്ല വഈഫാണെന്ന് പറഞ്ഞാലും വല്ല എഫക്റ്റ് മാറ്റുണ്ടോ? സ്വഹീഹാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം അവന്റെ ഹവക്ക് യോജിക്കാത്ത സ്വീകരിക്കില്ല. വഈഫാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഹവക്ക് മാറ്റൂല. അവൻ അങ്ങനെ തന്നെ തുടർന്നു പോകും. ആർക്കുപകരിക്കുക? അവന്റേത് കണ്ടിട്ട് ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ ഒരു സുന്നിക്ക് സെലഫിക്ക് ഉപകരിക്കും. അഹ്ലുസുന്നയിൽപ്പെട്ട ഒരുത്തന് ഉപകരിക്കും. അവന്റെ ശുബഹത്ത് തട്ടിക്കളയും. ഇതേ ഏത് കാലത്തും ഇസ്നാദുകൾക്കും ഇസ്നാദുകളെ കുറിച്ചുള്ള ഹുക്കുമിനും ഏത് കാലത്തും അഹ്ലുസുന്നയ്ക്ക് അതിന്റെ ഉപകാരം കിട്ടും. വിദ്യാർത്ഥികാർക്ക് അതിന്റെ ഉപകാരം പ്രതീക്ഷിക്കണ്ട. അവ കയറിയോന് വലാലത്തിന്റെ അഹലുകാർക്ക് അതിന്റെ ഉപകാരം പ്രതീക്ഷിക്കണ്ട. അഹ്ലുസുന്നക്കാണ് അതിന്റെ ഉപകാരം. അതുകൊണ്ട് ഇത് പറയുമ്പോഴും ഇനിയിപ്പോ അത് അഹമ്മദ് ബാദ്മൂലല്ലേ എന്നാ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ ഇത് ഷേഖ് റബീ കൂടി പറഞ്ഞു കഴിഞ്ഞാലോ ഞാരെ ബാക്കി ഞാരെ പറയാനുള്ള വലിയ വിൽക്കാം. ഇനി പറ അബ്ദുള്ള രാജാവ് സീൽ വെച്ചിട്ട് പറഞ്ഞെന്നില്ലല്ലോ എന്ന് പറയും. പക്ഷേ അബ്ദുള്ള രാജാവ് പറഞ്ഞില്ല, സാലിൽ ഫൗസാൻ ഹഫ്ളഹുള്ള പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം പറയോ, സാലിൽ ഫൗസാൻ ഷേഖ് റബിയെ ഒരാളെ കുറിച്ച് ജർഹും തഅദീലും നടത്തിയ എതിര് പറയാൻ അത് നമുക്ക് സുപരിചിതമായ കാര്യം. എന്ന് മാത്രമല്ല, ഒരാളെ കുറിച്ച് ജർഹോ തഅദീലോ നടത്തേണ്ടതുണ്ടെങ്കിൽ സാലിഹുൽ ഫൗസാൻ ഹഫ്ളഹുള്ള പോലും മടക്കുക ഷേഖ് റബീന്റെ അടുക്കൽക്കാണ്. അപ്പൊ മോളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ അത് പ്രതീക്ഷിക്കണ്ട. പിന്നെ ഇനി അബ്ദുള്ള രാജാവ് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇനി വകുപ്പുണ്ടാവുള്ളൂ, വേറെ ആരെയും പറയാൻ വകുപ്പില്ല. പക്ഷെ ഇതാർക്കേ ഉപകരിക്കുള്ളൂ? അഹ്ലുസുന്നത്തിന്. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് അഹ്ലുസുന്നക്കുള്ള വിശാറ ഉളുമ. അതിനു വേണ്ടിയിട്ടാണ്, നമുക്ക് തസ്ലിയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. തസ്ലിയത്തിന്റെ ഖുലൂബി അഹ്ലുസുന്ന. വമിൻ ബാബി അത്തഹദ്ദുസ് ബിനിഅ്മത്തില്ലാ വഅമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഇത്. മറ്റന്മാർക്കെതിരിൽ ഫഖർ നടിക്കാനോ വല ഫഖർ, അവർക്കതിൽ ഫഖർ നടിക്കാനല്ല നമ്മൾ ഈ പറയുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു രീതി തന്നെയില്ല. അവരുടെ അതേ ശൈലിയിലായിരുന്നെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യണമായിരുന്നു? ഇന്ന് ഞാനിവിടെ രാവിലെ വരുമ്പോ നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എല്ലാ രഹസ്യവും പരസ്യവും പറയുന്ന സഹോദരങ്ങൾ ഇത് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ബാത്തിലിന്റെ ആളുകളുടെ അടുക്കലായിരുന്നെങ്കിലോ അതിവിടെ ഫ്ലക്സുകളായിട്ട് വരും, വേറെ പല രൂപത്തിലും വരും. അവർക്ക് കിട്ടിയ ബാത്തിൽ പരത്ത ശൈത്താൻ പരത്തും, ശൈത്താൻ ഔലിയാക്കൾ പരത്തും. ഹക്ക് അതതിന്റെ അഹിലുകാർക്കേ വെച്ചുകൊടുക്കുള്ളൂ. എല്ലാവർക്കും കൊണ്ട് ഇട്ടുകൊടുക്കാനുള്ളതല്ല ഹക്ക്, അത് നഫീസാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അത് വളരെ വിലപിടിച്ചതാണ്. അതുകൊണ്ട് അതെന്റെ അഹിലുകാർക്കാണ് ഞാനിത് വെച്ചു തരുന്നത്, അവർക്ക് ഉപകരിക്കാൻ. നോക്ക് നിങ്ങൾ, ഷെയ്ഖ് ഇങ്ങോട്ട് ചോദിച്ചു, എന്നിട്ട് ആരും പറഞ്ഞിട്ടില്ല. അവരെ കണ്ടപ്പോ തന്നെ കേരളത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ എന്താ പറഞ്ഞത്? മിൻ ജമാഅത്തി സുബൈർ, നീ സുബൈറിന്റെ കൂടെയാണോ, സുബൈറിന്റെ കൂട്ടത്തിലാണോ എന്ന് ചോദിച്ചു. അയ്വ, അദ്ദേഹം പറഞ്ഞു അതെ. ഉടനെ ഷെയ്ഖ് ബല്ലിഗ് സലാമിൽ ജസീൽ ഹുവ വഇഖ്വാന ലഹു വഇഖ്വാന, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹോദരങ്ങൾക്കും എന്റെ ജസീലായ സലാം. സാധാരണ പറയേ കുറെ ജസീൽ എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ ധാരാളമുള്ളതിനാണ് പറയുന്നത്. ധാരാളം സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അതെന്തെന്ന മനസ്സിലുള്ള ഹുബ്ബിന്റെ അടയാളം, ഹൃദയത്തിലുള്ള ഹുബ്ബിന്റെ അടയാളമാണ് ശൈഖിന് ഹഫിളഹുല്ലാഹ്. അപ്പൊ അദ്ദേഹം ചോദ്യാർത്ഥാവ് അബൂ മൂസ വീണ്ടും ചോദിച്ചു, ഇൻഷാ അല്ലാഹ് ശൈഖന ഹഫിളഹുമുല്ലാഹ് ഹൽ നസീഹ ലി, എനിക്കൊരു നസീഹത്ത് തരുന്നു എന്ന് ചോദിച്ചു. ശൈഖ് അത് കേട്ടില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചു, എന്താ വേണ്ടത്? അപ്പൊ ചോദിച്ചു, ഇന്ത്യ സുആൽ, എന്റെ അടുക്കലൊരു ചോദ്യമുണ്ട്. എന്നിട്ട് ചോദ്യം എഴുതി കൊടുക്കുകയാണ് ചെയ്തു. ചോദ്യം ഷെയ്ഖ് വായിച്ചു. ചോദ്യത്തിലുള്ളത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശൈഖന ഹഫിളഹുമുല്ലാഹു തആല, ശൈഖെ അല്ലാഹു താങ്കളെ സംരക്ഷിക്കട്ടെ. മാ നസീഹത്തുക്കും ലി അഹ്ലി സുന്നത്തി കേരള അൽ ഹിന്ദ്, കേരളത്തിലുള്ള, ഇന്ത്യയിലെ കേരളത്തിലുള്ള അഹ്ലു സുന്നയ്ക്കുള്ള നസീഹത്ത് എന്താണ്?
കേരളത്തിൽ ഞങ്ങൾ ആരുടെ അടുക്കലാണ് ഇൽമ് അന്വേഷിക്കേണ്ടത്? ഇതിനാണ് ശൈത്താൻ ഇതുവരെ കളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇൽമ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞെത്തിക്കാനായി, ഇൽമ് സ്വീകരിക്കാൻ യോഗ്യനല്ല എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ അള്ളാന്റെ ഔലിയാക്കളെ കൊണ്ട് നമ്മളെ സഹായിക്കും. അള്ളാന്റെ സഹായം വന്നതിന്റെ അടയാളം. എന്നിട്ട് പറഞ്ഞു ഷെയ്ഖ് റെക്കോർഡ് ചെയ്യാൻ ഞങ്ങൾ അനുവാദം ചോദിക്കുക. അതൊരു മര്യാദപ്പെട്ടതാണ്, നമുക്കറിയില്ല. അവരോട് ചോദിക്കണം. മറ്റേ പത്രക്കാരുടെ സ്വഭാവം എന്താ പറയാം, അനുവാദം ചോദിക്കാൻ റെക്കോർഡ് ചെയ്തു. അഹ്ലുസുന്നന്റെ രീതി റെക്കോർഡ് ചെയ്യാന്നുള്ളത് ചോദിക്കും, അനുവാദം ചോദിക്കും. അങ്ങനെ ചോദിച്ചു. എന്നിട്ട് ചോദ്യം ഇത് പറഞ്ഞപ്പോ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. ഷെയ്ഖ് അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. ഷെയ്ഖ് ഞാൻ സജ്ജിൽ എന്ന് വീണ്ടും ചോദിച്ചു. ഷെയ്ഖ് പറഞ്ഞു, ഒപ്പം തന്നെ ആദ്യം തന്നെ മറുപടി പറഞ്ഞു, ഉത്തുലുബുൽ ഇൽമ ഇൻദ സുബൈർ, ഉത്തുലുബുൽ ഇൽമ ഇൻദ സുബൈർ, സുബൈറിന്റെ അടുക്കൽ നിന്ന് നീ ഇൽമ് തേടണം. ഇത് രണ്ട് കാര്യമാണ് ഇതിലുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ അദ്ദേഹം സിഖത്താണ് എന്നുള്ള അദ്ദേഹത്തിനുള്ള തഅദീൽ. രണ്ട്, നമ്മളോടുള്ള നസീഹത്ത്. ഇൽമു കിട്ടുന്നിടത്തോളം അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരുന്ന് പഠിക്കണം എന്നുള്ള കൽപ്പന. ഇതാണ് അഹ്ലുസ് സുന്ന. നമുക്കത് സ്വീകരിക്കാനുള്ളത്. സുബൈർ എന്ന വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന ആളാണ്. ജീവിച്ചിരിക്കുന്ന ഏത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, അവരെക്കുറിച്ച് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് പറയും, അള്ളാഹ് അവരെ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏത് ഹിഫ്ളാണ്? എല്ലാ വലാലത്തിൽ നിന്നും സംരക്ഷിച്ച് ഹക്കിൽ ഉറപ്പിച്ച് നിർത്തട്ടെ എന്നാണ്. ആദ്യം അതാ മക്രൂ, അദ്ദേഹത്തെ ഉറപ്പിച്ച് നിർത്തുന്നത് നമുക്ക് ഹൈർ, അദ്ദേഹത്തിന് ഹൈർ. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ ഫിത്നകൾ നിർഭയമല്ല. മരിച്ചു പിരിയുന്നതുവരെ അദ്ദേഹത്തിന് സബാത്ത് കൊടുക്കട്ടെ എന്നാണ് നമ്മുടെ ദുആ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വ്യക്തി എന്നുള്ള വ്യക്തിക്കുള്ള എന്തെങ്കിലും പ്രാധാന്യം അതിലല്ല. ഇവിടെ നമ്മൾ പേരെടുത്ത് വ്യക്തി എന്നുള്ള നിലക്ക് പറയുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ശത്രുത വന്നപ്പോൾ, മുടക്കൽ വന്നപ്പോൾ അവിടെ അതിന് വാജിബായി തീരും. അല്ലെങ്കിൽ ഇപ്പോ ഷെയ്ഖ് റബീന്റെ അടുക്കൽ ഇത് മാറൂഫായ കാര്യമാണ്. വളരെ കാലങ്ങൾക്ക് മുൻപ് എനിക്ക് വളരെ പരിചയമുള്ളതും അനുഭവമുള്ളതുമാണ്. ആദ്യകാലത്ത് ഞാൻ ചെല്ലുന്ന സന്ദർഭത്തിൽ ഒന്നിലധികം തവണ ഞാൻ ഷെയ്ഖിന്റെ അടുക്കൽ ചെല്ലും. ചില സന്ദർഭങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. ഒരാൾ ചെന്നാൽ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കും മിൻ ജമാ, ഏത് കൂട്ടത്തിലാണ്? മിൻ ജമാഅത്തി സുബൈർ, മിൻ ജമാഅത്തി ഷെയ്ഖ് സുബൈർ എന്ന് പറഞ്ഞാൽ യസ്മഇൻ. ഇവിടേക്ക് ഉലമാക്കളെ പറഞ്ഞയച്ചത് ഷെയ്ഖ് റബിയാണ്. എന്തിനാണ്? നമ്മളോടുള്ള ഹുസ്നുൽ. അതുപോലെ തന്നെ മൗലവി ചെന്ന പല സന്ദർഭത്തിലും മൗലവിക്ക് കിട്ടിയ ഇക്റാം, അതൊക്കെ അഹ്ലുസുന്നന്റെ അടുക്കൽ അറിയപ്പെട്ടതാണ്. നമ്മൾ വലുത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ഇബ്ലീസിന്റെ നാവടക്കാൻ, ഇബ്ലീസിന്റെ അനുയായികളല്ല, അവരിൽ നിന്ന് അഹ്ലുസുന്ന രക്ഷിക്കപ്പെടാൻ. അത്രേ ഉള്ളൂ. അവർക്ക് ഫിത്നയില്ല. അല്ലാതെ ഈ പേരെടുത്ത് പറയുന്നതിൽ വേറെ ഒരു തഖ്ദീസും അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കാറില്ല. അതിൽ നിന്ന് അബഅദുന്നാസ് അൻ ഹാദിഹിൽ ഉമൂർ, അതാണ് നമ്മുടെ. അത് അദ്ദേഹം തന്നെ നമുക്ക് പഠിപ്പിച്ചത്. അദ്ദേഹം തന്നെ നമുക്ക് പഠിപ്പിച്ചത്. ഹഫിളഹുല്ലാഹ് വസബ്ബതഹു. വീണ്ടും ചോദിച്ചു സജ്ജിൽ ഷെയ്ഖന, ഷെയ്ഖ ഞാൻ തസ്ജീൽ ചെയ്തോട്ടെ? അതുകൊണ്ട് ഷെയ്ഖ് പറഞ്ഞു ഇന്ദ സുബൈർ, സുബൈർ നിരക്കിൽ നിന്ന് ഇൻവെസ്റ്റിഗേറ്റ്. എത്ര തവണ പേരെടുത്ത് പറഞ്ഞു നോക്കണം. വീണ്ടും പറഞ്ഞപ്പോ ഷെയ്ഖ് പറഞ്ഞു സജ്ജിലു, ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്യും. സജ്ജിലു, റെക്കോർഡ് ചെയ്തോളൂ. في ناس آخرين من أهل السنة الواضحين المتمسكين بالكتاب والسنة وضد البدع. في ناس آخرين വേറെ ആരെങ്കിലും ഉണ്ടോ ആ സ്ഥാനത്ത് നിൽക്കാൻ? من أهل السنة الواضحين, വ്യക്തമായ അഹ്ലുസുന്നയിൽപ്പെട്ട المتمسكين بالكتاب والسنة, കിതാബും സുന്നത്തും കൃത്യമായി മുറുകെ പിടിക്കുന്ന വദുൽ ബിദ്അ, ബിദ്അത്തുകൾക്കെതിരെയുള്ള വേറെ ആരുള്ളത് ആ സ്ഥാനത്ത് നിൽക്കാൻ? സീനാസാഖരി ഖുദു മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ ഇന്ന് സ്വീകരിക്കും. ഖുദു മിൻഹു, അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ ഇൽമു സ്വീകരിക്കണം. ഇത്
വെറുതെ ഒരു വാക്കല്ല. തഅദീൽ മുഫസ്സൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ തഅദീൽ വെറുതെ മുജ്മലല്ല. സുബൈറിനെടുക്കുന്ന സ്വീകരിച്ചത് മാത്രമല്ല പറഞ്ഞത്, എന്തുകൊണ്ട് കാരണം അടക്കാനേ പറഞ്ഞത്. ശൈഖിന്റെ ഇൽമിൽ അഹ്ലുസുന്നയുടെ അഖീദയിൽ കിതാബ് സുന്നത്ത് മുറുകെ പിടിക്കുകയും ബിദ്അത്തിനെതിരിൽ ശക്തമായ നിലപാട് എടുക്കുകയും ചെയ്തിട്ടുള്ള വാലഹ്യങ്ങളായ അലമുകൾ മറ്റൊന്നില്ല ഇവിടെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ സ്വീകരിക്കാൻ പറഞ്ഞത്. അമ്മൽ ജമാഅത്ത് ഹാദിഹി സാഫിഹ, എന്നാൽ അവിടെയുള്ള ആ വിഡ്ഢിത്തം നിറഞ്ഞ സാഫിഹത്തായ ഒരു ഇൽമും കാര്യം ഒന്നുമില്ലാതെ വെറുതെ ആളെ കൂട്ടി നടക്കുന്ന മറ്റ് ജമാഅത്തുകളുണ്ടല്ലോ, ഇവിടുത്തെ പാർട്ടികളുണ്ടല്ലോ, മറ്റുള്ള കൂട്ടങ്ങളുണ്ടല്ലോ, ഇബ്തഇദു അൻഹ, അവരിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. ആരുടെ കൂടെ കൂടണം, ആരുടെ കൂടെ കൂടരുത്. ഇത് ഫാരിഖത്താണ്, വേർതിരിച്ച് കാണിച്ചു തരുന്നത്. വീണ്ടും ആവർത്തിച്ചു. അനസ് വീണ്ടും ചോദിച്ചു, ഇൽമ് ഞങ്ങൾ ആരുടെ അടുക്കൽ നിന്ന് സ്വീകരിക്കണം ഷെയ്ഖേ? വീണ്ടും ചോദിച്ചു. അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഷെയ്ഖ് പറഞ്ഞു, ഇൻദന സുബൈർ വഇഖ്വാനുഹു അല്ലദീന അലാ മൻഹജിഹി, നമ്മുടെ അടുക്കൽ സ്വീകാര്യം, നിങ്ങൾ ഇൽമു സ്വീകരിക്കേണ്ടത് സുബൈർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മൻഹജിൽ. ആരുടെ മൻഹജ്? അലാ മൻഹജിഹി, അദ്ദേഹത്തിനുള്ള തഅദീലാണ്, അദ്ദേഹത്തിന്റെ മൻഹജിനുള്ള തഅദീലും കൂടിയാണ്. അദ്ദേഹത്തിന്റെ മൻഹജ് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാക്കിയ മൻഹജല്ല, അദ്ദേഹം പിന്തുടരുന്ന മൻഹജ്, അത് സ്വഹാബത്തിന്റെ മൻഹജാണ്. ഈ വാക്ക് ഷെയ്ഖ് റബീന്റെ വാക്കിൽ അലാ മൻഹജിഹി എന്നുള്ളത് വന്നത് വെറുതെ വന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് ഇങ്ങനെ കൊടുക്കുന്നത് ബുശ്റ ആജില ലിൽ മുഅ്മിൻ എന്നാ പറയാം. നല്ലവരുടെ നാവിലൂടെ ഒരു മുഅ്മിനെ കുറിച്ച് സനാഅ് കിട്ടുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടുന്ന പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന സന്തോഷ വാർത്തയുടെ അടയാളമാണ്. അർത്ഥത്തിലാണ് നമ്മൾ. ഈ വാക്ക് ഷെയ്ഖുൽ അല്ലാമ റബീ ഹഫളഹുല്ലാഹ് മൗലവിനെ കുറിച്ച് പറഞ്ഞപ്പോ വന്നത് ഷെയ്ഖിന് അള്ളത്ത് കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ ഭാഗം. കാരണം ഈ മൻഹജ് എന്നുള്ള വാക്ക് കേരളക്കരക്ക് പരിചയപ്പെടുത്തിയത് ഇവിടെ അത് അറിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇവിടത്തെ വലിയവന്മാരായ ആളുകൾ മൻഹജ് മണ്ണാങ്കട്ട എന്ന തിരിച്ച് പ്രതികരിച്ചിരുന്നത് ജമിയത്തുൽ ഉലമന്റെ വലിയ ആൾക്കാർ. മൻഹജാണോ സമ്മേളനത്തിന്റെ വലിയ നേതാക്കന്മാർ പറയും, എന്താ മൻജഹോ എന്ന് ചോദിച്ചു. എന്ത് പറയാൻ തന്നെ അറിയാത്ത ആൾക്കാരെ. മൻഹജ് എന്നുള്ള വാക്ക് ആദ്യമായി ജമിയത്തുൽ ഉലമ, ഇവിടെയുള്ള ജമിയത്തുൽ ഉലമയിൽ ചർച്ച വരുന്ന സന്ദർഭത്തിൽ ആ ചർച്ചയ്ക്ക് വേണ്ടി എഴുതുന്ന സമയത്ത് ഇവരിവിടെ ഇങ്ങനെ വ്യതിയാനം പറഞ്ഞപ്പോ ആദർശത്തിൽ വ്യതിയാനം, എവിടെ വ്യതിയാനം, എവിടെ വ്യതിയാനം എന്ന് ചോദിച്ചെടുക്കണേ. അന്ന് കൈകൊണ്ട് എഴുതാൻ അള്ളാഹ് തൗഫീഖ് തന്നത് എനിക്കാണ്. നാവ് കൊണ്ടെന്നത് പറഞ്ഞു തന്നത് ഈ പറഞ്ഞ അബൂ താരിഖ്. അദ്ദേഹം പറഞ്ഞു, എഴുതടാ എഴുത്, വ്യതിയാനം മൻഹജിൽ. അപ്പൊ ഞാൻ അന്ന് തിരിച്ചു ചോദിച്ചു, നമുക്കത് അതിന്റെ മലയാളം ഉപയോഗിച്ചാൽ പോരെ? ജനങ്ങൾക്ക് നേർക്ക് നേരെ മനസ്സിലാകാൻ. സ്വാഭാവികമായി അന്നത്തെ നമ്മുടെ ഇൽമിയായ അറിവിന്റെ പരിമിതി വെച്ചും ഇവിടുത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ വെച്ചും ചോദിക്കേണ്ട ചോദ്യമാണത്. ഞാൻ ചോദിച്ചു പോയി. അദ്ദേഹം വന്ന് എനിക്ക് തിരുത്തി തന്നത്, അല്ലടാ അല്ല, ഈ വാക്ക് ഇതാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയത്. ഇതിവിടെ അലയടിക്കണം, ഇത് ജനങ്ങൾ പഠിക്കണം, അതിനുവേണ്ടി അത് തന്നെ എഴുതണം, അങ്ങനെ തന്നെ എഴുതണം, അങ്ങനെ തന്നെ എഴുതണം. എന്നിട്ട് ജമിയത്തുൽ ഉലമന്റെ ചർച്ചയ്ക്ക് മേശപ്പുറത്ത് വെച്ചു. അവിടെ എന്തായിരുന്നു അറിയുന്നത്? ഞാനങ്ങനെ സംശയമാണ് ചോദിച്ചെങ്കിൽ അവിടെ കണ്ടെന്താ പറയുക, വ്യതിയാനം മൻഹജിൽ. അപ്പൊ അവിടുത്തെ ഉലമാക്കളുടെ മക്കളെന്ന് പറയുന്ന ഇവിടുത്തെ മൊയ്ലിയന്മാര് അവർ മൻഹജ് മണ്ണാങ്കട്ട സുഖരിച്ച് പോകുന്നുണ്ട്, ഓരോന്ന് കൊണ്ടുവരും, ഇനി അത് മതി.
ബുദ്ധി ഓരോന്ന് കൊണ്ടിരുന്നതാണ്. അതങ്ങനെ ആ മൻഹജ് എന്നുള്ള വാക്ക് ഇവിടെ നമുക്കത് പഠിപ്പിച്ചു തന്നതിന്റെ ഫള് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൻഹജ് ശരിയായ മൻഹജാണ് എന്നുള്ളതിന് അതിനെ തഅദീലോ ജർഹോ നടത്താൻ യോഗ്യതയുള്ള ഇമാമു അൽ ജർഹി വ തഅദീൽ ഹാദൽ അസ്വർ ഈ കാലഘട്ടത്തിലെ ജർഹ് വ തഅദീലിന്റെ ഇമാമാണ് പറഞ്ഞത്, അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇൽമു സ്വീകരിക്കാം. വ ഇഖ്വാനഹു, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ കൂടെ നിന്നു എന്നുള്ള കാരണത്താലാണ് നമ്മളെല്ലാം കിട്ടുന്നത്. അൽഹംദുലില്ലാ, ഇത് നമുക്കൊരു സമാധാനം. അല്ലദീന അലാ മൻഹജിഹി, അദ്ദേഹത്തിന്റെ മൻഹജിൽ അദ്ദേഹത്തിന്റെ കൂടെ. ഈ പറയുമ്പോൾ ഈ വാക്ക് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ ഒരു മജ്‌ലിസ് മൂലയ്ക്ക് സുഖമില്ലാതെ കിടന്നപ്പോ ഞാൻ പിന്നെ മഞ്ചേരിയിൽ എടുത്തൊരു ക്ലാസ്സിൽ ഞങ്ങളോട് ഒരു അത്തർ വായിച്ചെന്നപ്പോ പറഞ്ഞു, സലഫുകളുടെ അത്തറാണ് ഞാൻ വായിച്ചത്. അഖൂലു ബിഖൗലിഹി എന്ന് അഹ്മദ് ഇബ്നു ഹംബലിന്റെ വാക്ക്, അഹ്മദ് ഇബ്നു ഹംബലിന്റെ മൻഹജിലാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടി അന്നുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നു. അന അഖൂലു ബിഖൗലിഹി, ഞാൻ അദ്ദേഹത്തിന്റെ മൻഹജ് എന്താണോ, അദ്ദേഹത്തിന്റെ ആദർശം എന്താണോ അതാണ് എന്റെ ആദർശം. അത് അവരുടെ അടുക്കലുള്ളത് ഹക്കാണ് എന്നുള്ളതിനെ സത്യപ്പെടുത്തലും അതാണ് അതിനുള്ളത്. കൂനു മഅ സ്വാദിഖീൻ എന്നത് അല്ലാഹു കൽപ്പിച്ച കൽപ്പനയാണ്. അവരുടെ കൂടെ നിൽക്കാനുള്ള ഉശിരി കാണിക്കണം എന്നുള്ളത്. അതിന് പറയുന്ന വാക്ക് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന വാക്കാണത്. അഖൂലു ബിഖൗലിഹി, ഈ വാക്ക് ഞാൻ പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ ഈ മുഹദ്ദിരീങ്ങൾ അന്ന് അവിടെ കൂടിയിരുന്ന, രാവിലെ നേരം വെളുക്കുമ്പോ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ചായം കൂടി കുടിക്കാണ്ട് മഞ്ചേരിക്ക് പുറപ്പെട്ട കൂട്ടത്തിൽ നിന്ന് ചിലർ പറഞ്ഞത്ര. ഇത് പുറത്തുള്ള കേന്ദ്രന്മാരല്ല പറഞ്ഞതല്ലെങ്കിൽ വല്ല ജമാഅത്ത് ഇസ്ലാമിക്കാരോ തബ്ലീഗുകാരോ അല്ല പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ ചില ആൾക്കാർ പറഞ്ഞത്ര ചില സഹോദരങ്ങളോട്. അത്രയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറഞ്ഞൊരിക്കലും തീവ്രവാദല്ലേ. ഞാൻ അസറാണ് വായിച്ചത്. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, വാ അന അഖൂലു ബിഖൗലി ഹാദാ ശൈഖ്, എന്റെ ദീന്, എന്റെ അഖീദ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കാണ് പറയുന്നത്. കാരണം അദ്ദേഹം, ഞാൻ അന്ന് പറഞ്ഞു അതേ വാചകം ഞാൻ ആവർത്തിച്ചു. ശത്രുക്കൾ പോലും അന്ന് സമ്മതിച്ചതാണ്, ആരും കൂടെ ഇല്ലാത്ത സമയത്ത്. നോക്കാതെ പറയില്ല എൽമിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും. ആ സിക്കത്തുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാന അഖൂലു ബിഖൗലിഹി. ഇവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അംഗീകരിക്കാൻ ആളെ നമുക്ക് കിട്ടി. ആര്? ശൈഖ് റബിയാണ് പറഞ്ഞത്, അല്ലദീന അലാ മൻഹജിഹി, അദ്ദേഹത്തിന്റെ മൻഹജിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരിൽ നിന്ന് നിങ്ങൾ ഇന്ന് സ്വീകരിച്ചു. ഖുദൂ അൻഹു വഇൻദന സുബൈർ വഇഖ്വാനഹു അല്ലദീന അലാ മൻഹജിഹി. അദ്ദേഹത്തിന്റെ മൻഹജിനുള്ള തസ്കിയത്താണ്, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾക്കുള്ളതാണ് തസ്ലിയത്താണ്. അൽഇഖ്വ. അപ്പോ സഹോദരങ്ങൾ പറഞ്ഞു, ജസാക്കുമുല്ലാഹു ഖൈറ അഹ്സനല്ലാഹു ഇലൈക്കും. ശൈഖ് പറഞ്ഞു, ഹയ്യാക്കുമുല്ലാഹ്. അവർ പറഞ്ഞു, ബാറക്കല്ലാഹു. ഇങ്ങനെയാണ് ഇത് മലയാളത്തിൽ ചേർത്ത് പരിഭാഷപ്പെടുത്തി. നമ്മളിത് അടിച്ചു പരത്താനോ പേപ്പറിൽ വയ്ക്കാനോ അല്ല, ഇവിടെയുള്ളവരുടെ നെറുന്തലക്ക് കൊണ്ടിട്ട് കൊടുക്കാനോ അല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കൊണ്ടവർക്ക് എത്തിക്കും, ഉപകരിക്കേണ്ടവർക്ക് ഉപകരിക്കും. അല്ലാതെ ഇനി അഹ്ലുൽ ബിദ്അന് അത് തസ്കിയ എന്ന് പറഞ്ഞാൽ എന്ത് തസ്കിയ, ഇസ്നാദ് പറഞ്ഞാൽ എന്ത് ഇസ്നാദ്, പിന്നെ എത്ര കൊട്ടക്കണക്കിന് കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ ഇസ്നാദുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഇവിടെയുള്ള ഖുറാഫികളോട് നിങ്ങൾ സ്വഹീഹായ ഹദീസ് ഉണ്ടാക്കി കൊടുത്താലും അതിന്റെ ഖുറാഫാത്ത് അവർ മാറ്റൂല. അത് ഹവയായ